TINCYS Academy, an institute for your future. Hi viewers, welcome back to another video of TINCYS Academy. Hope you all are fine. So, now we will look part C, reading in part C, crack it. So, അതിനകത്ത് നമുക്ക് ടൈം സേവർ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അധികം ടൈം കൺസ്യൂം ചെയ്യാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആൻസറിനെ പോയിന്റ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു. ഇൻ ദ തേർഡ് പാരഗ്രാഫ് വി ലേൺ ദാറ്റ് റെഗ് മല്ലിംഗ് ഡെവലപ്ഡ് ദ POSM ഡ്യൂ ടു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഓക്കെ, നമ്മുടെ പാരഗ്രാഫിൽ എവിടെയാണ് POSM എന്നുള്ള റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഫസ്റ്റ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ ഹു കുഡ് നോട്ട് സ്പീക്ക് എ സിപ്പ് ആൻഡ് പഫ് ടൈപ്പ്റൈറ്റർ കോൾഡ് ദ POSM. ഇലാബറേഷൻ ചെയ്ത് അവർ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്താണെന്നതുള്ളത്. പേഷ്യൻ്റ് ഓറിയൻറ്റഡ് സെലക്ടർ മെക്കാനിസം was developed by Reg Malling, a volunteer at a hospital for paralyzed people. After he discovered that patients at the hospital who had lost the use of their voice were only able to communicate using a bell. സോ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് POSM അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം, റീസൺ എന്താണെന്നുള്ളത്. സോ റെഫറൻസ് നമുക്ക് കൃത്യമായിട്ട് ഏത് സെൻറ്റൻസിലാണെന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്. സോ നമുക്ക് മീനിങ് എടുക്കുമ്പോൾ നമ്മളോട് പറയുന്ന ഇതാണ്, ഫസ്റ്റ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് ഈ POSM എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹു കുഡ് നോട്ട് സ്പീക്ക്, സംസാരിക്കാൻ കഴിയാത്ത ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. എ സിപ്പ് ആൻഡ് പഫ് ടൈപ്പ്റൈറ്റർ ആണിത്. അതിനെയാണ് POSM എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് സെലക്ടർ മെക്കാനിസം ആണ് അത് എന്നുള്ളൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. സോ അത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞു, റെഗ് മല്ലിംഗ് ആണ്. സോ അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്? ഹോസ്പിറ്റലിനകത്ത് പാരലൈസ്ഡ് പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അദ്ദേഹം ആഫ്റ്റർ ഹി ഡിസ്കവേർഡ് ദാറ്റ്, സോ അത് ഡെവലപ്പ് ചെയ്തത് അദ്ദേഹം വാസ് ഡെവലപ്ഡ് ആഫ്റ്റർ ഹി ഡിസ്കവേർഡ് ദാറ്റ്, ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് കണ്ടുപിടിച്ചതിന് ശേഷമായിരുന്നു? പേഷ്യൻസ് അറ്റ് ദ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ്, അതായത് എത്തരത്തിലുള്ള പേഷ്യൻസ് ആണ്? ഹു ഹാഡ് ലോസ്റ്റ് ദ യൂസ് ഓഫ് ദെയർ വോയിസ്, അവരുടെ സൗണ്ട് അല്ലെങ്കിൽ വോയിസ് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഹോസ്പിറ്റൽസിൽ ഉള്ള പേഷ്യൻസ് were only able to communicate using a bell. സോ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് ബെൽ സിസ്റ്റം അല്ലെങ്കിൽ ബെല്ല് മാത്രമായിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ്, അത് കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡിസ്കവേർഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ഡെവലപ്പ് ചെയ്തത്? ഈ ഒരു POSM അല്ലെങ്കിൽ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് സെലക്ടർ മെക്കാനിസം അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റിനകത്തും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം 4 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടി. സോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് യൂസിങ് എ ബെൽ എന്നുള്ളതാണ് അവിടെ നമുക്ക് കിട്ടിയത്. ഓൺലി ഏബിൾ ടു എന്നാണ്. സോ അത് മാത്രമാണ് അവിടെ വരുന്നത് അല്ലേ, വേറൊരു ഓപ്ഷൻസ് അവർക്കില്ല. സോ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്, കമ്മ്യൂണിക്കേഷന് ബെല്ല് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. സോ ഓപ്ഷൻ എക്ക് വരുമ്പോൾ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാഡ് പെർമനൻ്റ്ലി ലോസ്റ്റ് ദെയർ വോയിസ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ? പെർമനൻ്റ് വോയിസ് ലോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചതെന്നാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ റീസൺ മാത്രമാണ്, ഓൺലി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് എ ബെൽ എന്നുള്ളത്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റഡ് ആക്സബിലിറ്റി ടു പ്രീവിയസ് ഡിസൈൻസ്. അതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. അതെന്തായിരുന്നു? ദ ലാക്ക് ഓഫ് ആക്സബിലിറ്റി ഇൻ ദ പ്രീവിയസ് സിപ്പ് ആൻഡ് പഫ് ഡിസൈൻസ്. അപ്പം നമുക്കിവിടെ വരുന്നൊരു കാര്യം എന്നാൽ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ ലാക്ക് ഓഫ് ആക്സസിബിലിറ്റി ഇൻ പ്രീവിയസ് സിപ്പ് ആൻഡ് പഫ് ഡിസൈൻ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇവിടെ ആക്സബിലിറ്റി പ്രീവിയസ് ഡിസൈൻസിന് ആക്സസിബിലിറ്റി കുറവായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബെൽ സിസ്റ്റം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് അവിടെ ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് ഓപ്ഷൻസിലാണ്. ദ ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ. അതാണ് നമ്മളോട് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത്. മൂവിങ് ടു ഡിയിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സിമിലർ സൗണ്ട് ടെക്നോളജി എന്നുള്ളതാണ്. അതായത് സൗണ്ട് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ ആ ഒരു റീസൺ കൊണ്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത്. സോ അപ്പം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ കൺഫ്യൂസിങ് ആവേണ്ട കാര്യമില്ല. കാരണം ഓൺലി എന്നുള്ളൊരു കാര്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം
ഓൺലി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് എ ബെൽ. അപ്പോൾ ബെൽ ഉപയോഗിച്ചിട്ട് മാത്രമാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വരുന്നത് സി ആണ്. സോ അപ്പം നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിനെ ഈ ടൈം സേവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. സോ അതിനുശേഷം ഈ ഒരു റെഫറൻസ് നമുക്ക് പാരഗ്രാഫിൽ എവിടെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വായിച്ച് എലിമിനേഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം കൺസ്യൂം ആവത്തില്ല. കൃത്യമായിട്ടൊരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പം ഇത് നമുക്ക് ഒരു പാർട്ട് സി എക്സ്ട്രാക്ട് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് അതിനകത്ത് കമ്പൈൻ ചെയ്തിട്ടാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനെയും ക്രാക്ക് ചെയ്യുന്ന പ്രത്യേകം സ്ട്രാറ്റജീസ് ഉണ്ട്. സോ അപ്പോൾ അത്തരം സ്ട്രാറ്റജീസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ടിൻസീസ് അക്കാഡമി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റുഡൻസിനും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. TINCYS Academy, an institute for your